പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതുപോലെ വീട്ടില് പോയാൽ അവിടെ ഒന്ന് കടിച്ചില്ലെങ്കിൽ ജീവിച്ച് നിൽക്കാമല്ലോ. എനിക്കെന്നാലും അതല്ല സംശയം. ഇതിനും മാത്രം വാണങ്ങൾ ഈ പത്തനംതിട്ടയിൽ എവിടുന്ന് വരുന്നു എന്നാണ്. ഇവന്മാരൊക്കെ ഈ പത്തനംതിട്ടയുടെ പേര് കളയാനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. പോലീസുകാരുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നിയമ സംവിധാന ഞാൻ പല വീഡിയോയിലും പറയുന്ന സെയിം കാര്യം തന്നെയാണ്. നിയമ സംവിധാന വ്യവസ്ഥയോട് ഇവിടുത്തെ ആളുകൾക്ക് പുല്ല് വിലയാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ കാണിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഈ ദീപു വാണം ഏതാണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇവൻ കാണിച്ച ഈ തന്തയില്ലായ്മ എന്താണെന്നൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം. അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് തൊഴിലിനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആ പയ്യൻ. ആ പയ്യന്റെ അടുത്ത് പോയി തിരിച്ചു തല്ലത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് തല്ലാൻ പോയി. അങ്ങനെ ഈ നമുക്കറിയാം ചില ആളുകളുണ്ട് ഈ ഒരാൾ ആയിട്ട് പോകുമ്പോൾ പേടിയാണ്. അവന് കൂടെ രണ്ടുപേരുണ്ട്, ചോദിക്കാൻ രണ്ടുപേരുണ്ടെന്നാകുമ്പോഴത്തേന് ഒരിക്കലും ഇല്ലാത്ത ആണത്തം. ചിലപ്പോൾ അവൻ വെറും സ്വഭാവം ഉള്ളവനായിരിക്കും. അവൻ പെട്ടെന്ന് രണ്ടുപേര് കൂടെ ചോദിക്കാനുണ്ടെന്നാകുമ്പോഴത്തേന് അവൻ എവിടുന്നോ ഇല്ലാത്ത ഒരു ആണത്തം അവൻ അങ്ങോട്ട് കയറും. പിന്നെ അങ്ങോട്ട്